സ്റ്റാർ നമുക്കൊന്ന് നിവർത്തി നോക്കാം. നമ്മൾ കുറച്ച്, അതായത് നമ്മൾ ലോ ബഡ്ജറ്റിലെ ഒരു സ്റ്റാറാണ്. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റാറാണ്. അപ്പോൾ സ്റ്റാറിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പശ ആവശ്യമുണ്ട്, പിന്നെ ഒരു 10 ഷീറ്റ് പേപ്പർ ആവശ്യമുണ്ട്. 10 ഷീറ്റ് ബുക്ക് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നൂലും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു കൂട്ട് പേപ്പർ നമ്മൾ പകുതിയായിട്ട് കീറുകയാണ്. പകുതിയായിട്ട് കീറിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കുക. ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം അതുപോലെ തന്നെ തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കുക. പേപ്പർ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ പശ, അതായത് ഈ ഒരു എൻഡ്, അതായത് ഇവിടെ നിന്ന് പശ ഇങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിക്കുക. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 പീസ്, അതായത് നമ്മൾ 4 പീസ് വെച്ചാണ് ഒട്ടിച്ച് മാറ്റാൻ പോകുന്നത്. അപ്പോൾ 4 പീസ് ഇതേപോലെ ആയതിനു ശേഷം ഒന്ന് കറക്റ്റ് ചെയ്യുക. 4 പീസ് ആയതിനു ശേഷം ഇവിടെ നിന്ന് എങ്ങനെ ഒട്ടിക്കുക, അതായത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ലെവൽ ചെയ്തതിന് ശേഷം അതുപോലെ ഒട്ടിക്കുക. എന്നിട്ട് അടുത്ത പീസ് അതുപോലെ ഈ ലാസ്റ്റ് പീസ്, 4 പീസ് വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. 4 പീസിൻ്റെ 5 സെറ്റാണ് ഒട്ടിക്കാൻ പോകുന്നത്. കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 4 പീസ് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 5 സെറ്റാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ 2 സെറ്റ് ഒട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ സെറ്റാണ് നമ്മൾ ഇനി പശ വെച്ച് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ 5 സെറ്റും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം ജോയിൻറ്റ് ചെയ്ത് വെച്ച പീസാണ് 4 എണ്ണം വെച്ച്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം 4 എണ്ണം വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം 4 എണ്ണം വെച്ച് 5 സെറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു സെറ്റ് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സെറ്റാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അടിയിൽ പശ വന്നിട്ടില്ല, ഒട്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. കറക്റ്റ് ചെയ്യുക, ഒട്ടിക്കുക. അപ്പോൾ ഇത് 2ാമത്തെ സെറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നേരത്തെ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ 5 സെറ്റ്, അതായത് ഈ 5 സെറ്റ് 1 2 3 4 5 സെറ്റ് നമ്മൾ
ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ജോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡിസൈൻ കട്ട് ചെയ്യണം. അപ്പോൾ ഡിസൈൻ കട്ട് ചെയ്യണം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ, എങ്ങനെയാണ് ഒരു ഡിസൈൻ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഓരോ പീസിൽ വെക്കുക. എന്നിട്ട് ഒന്ന് വരഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ്. അപ്പോൾ ഇതുപോലെ വരഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ പീസിനും വരഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 5 സെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിത് എല്ലാ പീസും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക, 5 സെറ്റ്. നമ്മളതുപോലെ 5 സെറ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്യുക. നൂലൊന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഉണങ്ങണം, നല്ലപോലെ ഉണങ്ങി കിട്ടണം. ഉണങ്ങി കിട്ടിയതിന് ശേഷം മാത്രമേ അത് നിവർത്താൻ പറ്റുള്ളൂ. സ്റ്റാർ നമുക്കൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇതാണ് സ്റ്റാർ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമ്മൾ കുറച്ച്, അതായത് നമ്മൾ ലോ ബഡ്ജറ്റിലെ ഒരു സ്റ്റാറാണ്.
നമ്മുടെ സ്റ്റാർ.